नमस्कार। आज हम गणेश शंकर विद्यार्थी जी द्वारा रचित नवीन कक्षा के धर्म की आड़ नामक पाठ पढ़ने के लिए जा रही हूँ। धर्म की ആട്. ധർമ്മം എന്താണെന്ന് അറിയാം എല്ലാവർക്കും അല്ലേ? മതം, ധർമ്മം. ആട് സ്ക്രീൻ, തിരശീല എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം എല്ലാവരും മതത്തിൻ്റെ പേരിൽ, നമ്മുടെ കേരളത്തിലൊക്കെ ആയാലും പല സ്ഥലങ്ങളിലും മതത്തിൻ്റെ പേരിൽ ഒരുപാട് സ്പർദ്ധകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ലേഖകൻ ഇവിടെ പറയുന്നത് എന്താണ്? മതത്തെ മറവാക്കിക്കൊണ്ട് പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച്. അങ്ങനെ മതത്തിനെ മറയാക്കിക്കൊണ്ട് സമൂഹത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച്. അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, മറ്റു രാജ്യങ്ങളിലും സാധാരണക്കാരായ ജനങ്ങളെ പണത്തിൻ്റെ പേരിൽ, പണത്തിൽ കാണിച്ചു വശത്താക്കിയതിന് ശേഷം അവരെ അവരെ കൊണ്ട് കഴിയാവുന്ന അത്ര ജോലിയെല്ലാം ചെയ്യിപ്പിച്ച് അവരെ ചൂഷണം ചെയ്യുന്ന വർഗങ്ങളെക്കുറിച്ച് ഒക്കെയാണ് ലേഖകൻ ഈ പാഠത്തിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത്. പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. इस समय देश में धर्म की धूम है, उत्पाद किए जाते हैं तो धर्म और ईमान के नाम पर, और सिद्ध की जाती है तो धर्म और ईमान के नाम पर. അപ്പോൾ ഇവിടെ ലേഖകൻ എന്താണ് പറയുന്നത്? ധൂം എന്ന് വെച്ചാൽ അർത്ഥം വാണ്ടറിങ് എന്നാണ്. അതുപോലെ ഉത്പാദ്, ഉപദ്രവം. ഓക്കെ, ഈമാൻ അറിയാം, വിശ്വാസം, സിദ് ഷാഠ്യം. അപ്പോൾ ഇവിടെ പറയാണ് ഈ നമ്മുടെ രാജ്യത്ത് ഈ കാലഘട്ടത്തിൽ, അതായത് ലേഖകൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? 1891 തൊട്ട് 1931 വരെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഈ ദേശത്ത്, ഈ രാജ്യത്ത് മതത്തിൻ്റെ ഒരു മതത്തെ മറയാക്കിക്കൊണ്ടാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ഉത്പാദകിയെ ജാത്തെ ഹേന്തോ, എന്തെങ്കിലും ഉപദ്രവങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഷാഠ്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ എല്ലാം എന്തിൻ്റെ പേരിലാണ്? ധർമ്മ ഓർ ഈമാൻ കെ നമ്പർ, മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിലാണ്. ഈ രാജ്യത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കാരണമെന്നാണ് ലേഖകൻ പറയുന്നത്. രമുവാ പാസി ഓർ ബുദ്ധുമിയ धर्म और ईमान को जाने या ना जाने, परंतु उनके नाम पर उबल पड़ते हैं और जान लेने और जान देने के लिए तैयार हो जाते हैं. रमुआ पासी, रमुआ मीन्स मुसलमान എന്നാണ്. और ബുദ്ധുമിയ. അപ്പോൾ ഇവിടെ പറയുന്നത് ഹിന്ദു വർഗങ്ങളായാലും ഹിന്ദു മതത്തിൽപ്പെട്ടവരെ ആയാലും അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായാലും അവർക്കെല്ലാം ചിലപ്പോൾ മതത്തിനെ കുറിച്ച് അറിയാമായിരിക്കാം, ഓർ നാ ജാനെ, അറിയത്തില്ലായിരിക്കാം. എങ്കിലും ഈ മത വിശ്വാസികളുടെ പേരിൽ ഉപൽപഡ്ന എന്ന് വെച്ചാൽ രോഷം തിളച്ചു മറിയുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? തമ്മിൽ ഇങ്ങനെ വിരോധങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ട് ജാൻ ലേനെ, ജീവൻ എടുക്കാനും ജീവിതം കൊടുക്കാനും തയ്യാറായിട്ടാണ് ജനങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ലേഖകൻ പറയുന്നത് ഈ മതത്തിൻ്റെ പേരിൽ ആളുകൾ ജീവൻ നൽകാനും ജീവൻ എടുക്കാനും, അതായത് ഓരോരുത്തരെ കൊല്ലാനും എല്ലാത്തിനും തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ ഒരവസ്ഥയാണ് രാജ്യത്തിപ്പോൾ ഉള്ളത്. എന്ത് നടക്കുന്നത്? ധർമ്മത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിലാണ്. देश के सभी शहरों का यही हाल है. उबल पड़ने वाले साधारण आदमी का इसमें केवल इतना ही दोष है कि वह कुछ भी नहीं समझता बुझता और दूसरे लोग उसे जिधर जोत देते हैं उधर जुट जाता है. അപ്പം പറയാണ്,
ഈ രാജ്യത്ത് ഒരു സ്ഥലത്ത് മാത്രമല്ല, സഫീ ഷഹറോം എല്ലാ പട്ടണങ്ങളിലും ഈ അവസ്ഥയാണ്. ഉബൽ പഠനെ വാലെ സാധാരണ ആദ്മിക്കോ കേവലിത്തിന ഹി ദോഷ് ഹേ. അപ്പോൾ ഈ ക്രോധം ജനിക്കുന്ന അല്ലെങ്കിൽ രോഷം കൊള്ളുന്ന ഈ സാധാരണക്കാരായ ആൾക്കാരുടെ ദോഷമെന്ന് പറയുന്നത് ഏതാണ്? അപ്പോൾ കുച്ച്വി നഹി സമജ്താവൂ, അവർക്ക് ഒന്നും തന്നെ അറിയില്ല. യഥാർത്ഥത്തിൽ ധർമ്മം എന്താണെന്നോ മതം എന്താണെന്നോ ഒന്നും അറിയില്ല. ദൂസരെ ലോക ഉസേ ജിതർ ജോതേതെ, മറ്റുള്ള ആൾക്കാരെ എന്തോ പറയുന്നോ അതെന്ത് ചെയ്യുക, അത് തന്നെ അനുസരിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. ജ്യോത്ത് എന്ന് വെച്ചാൽ ടു ഫ്ലോ എന്നാണ്, ഒഴുകുക എന്നാണ്. അപ്പം മറ്റുള്ളവർ പറയുന്നത് അങ്ങ് അനുസരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അങ്ങ് ജീവൻ ത്യജിക്കുക എന്നുള്ളതാണ് ഈ സാധാരണക്കാരായ ആൾക്കാരുടെ കാര്യമെന്ന് പറയുന്നത്. അവരുടെ അതൊരു ദോഷമാണ്. യഥാർത്ഥ ദോഷം है कुछ चलते पुर्जे पढ़े लिखे लोगों का, जो मूर्ख लोगों की शक्तियों और उत्साह का दुरुपयोग इसलिए कर रहे हैं कि इस प्रकार जाहिलों के बल के आधार पर उनका नेतृत्व और बड़प्पन कायम रहे. പിന്നെ യഥാർത്ഥ ദോഷം ആരുടെയാണ്? കുറച്ച് പഠിച്ചിട്ടുള്ള, ചലത്തെ പുറജി എന്ന് വെച്ചാൽ ബുദ്ധിമാന്മാരായിട്ടുള്ള പഠിത്തമൊക്കെ ഉള്ള കുറേ ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യും? മൂർഖ ലോകവും മീൻസ് എന്താ? പഠിത്തമൊന്നുമില്ലാത്ത സാധാരണക്കാരായ വിഡ്ഢികളായിട്ട് ഉള്ള ആൾക്കാർ. സാധാരണക്കാർ വിഡ്ഢികളെന്നല്ല, മൂർഖ മീൻസ് വിഡ്ഢികളെന്നാണ്. പക്ഷെ ഇവിടെ എന്താ? പഠിത്തവും ഒന്നുമില്ലാത്ത ആൾക്കാരെ അവരുടെ ശക്തിയെയും ദൗർബല്യങ്ങളെയും എല്ലാം എന്ത് ചെയ്യും? ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ എന്താണ്, പഠിത്തമുള്ള ആൾക്കാരെന്ത് ചെയ്യും? മൂർഖ ലോകവും കെ ബെൽക്കെ ആധാർ പർ, അവരുടെ കഴിവിൻ്റെ വെച്ച്, അവരുടെ കഴിവ് ഉപയോഗിച്ച് ഇവരെന്ത് ചെയ്യും? അവരുടെ നേതൃത്വവും ബെടപ്പൻ മീൻസ് മഹത്വം എന്ത് ചെയ്യും? കായം രഹേ, നിലനിർത്തും. അപ്പോൾ മൂർഖ ലോകിനെ ഉപയോഗിച്ച്, സാധാരണക്കാരെ ഉപയോഗിച്ച് ഈ വലിയ ആൾക്കാരെന്ന് വരുന്ന പഠിത്തമുള്ള വിവരമുള്ള എന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അവരുടെ ശക്തി വർദ്ധിപ്പിക്കും. इसके लिए धर्म और ईमान की बुराइयों से काम लेना उन्हें सबसे सुगम मालूम पड़ता है. സുഗം ഹെഫി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരെ വെച്ച് മറ്റുള്ളവർ ഉന്നത നിലയിലെത്തുമ്പോൾ ഇതിന് അവരെന്താണ് മാർഗമായി കണ്ടെത്തുന്നത്? ധർമ്മത്തെയും വിശ്വാസത്തെയുമാണ്. അപ്പോൾ അതിൽ തെറ്റായിട്ട് എന്ത് ചെയ്യും? കാര്യങ്ങൾ ചെയ്യിച്ച് അവരുടെ വഴി സുഗമമാക്കും. അതാണ് പറയുന്നത്. साधारण से साधारण आदमी तक के दिल में ही बात अच्छी तरह बैठी हुई है कि धर्म और ईमान की रक्षा के लिए प्राण तक देना वाजिब है. സാധാരണയിൽ സാധാരണക്കാരായ ആൾക്കാരുടെ മനസ്സിൽ പോലും ഇത് നല്ലതായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഏതാണ്? ധർമ്മത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ അല്ലെങ്കിൽ അവയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാണൻ തന്നെ നൽകുക എന്ന് പറയുന്നത് വാജിബ് ഹേ. വാജിബ് മീൻസ് ഉചിതമാണ്. അപ്പോൾ ധർമ്മത്തിനും വിശ്വാസത്തിനും വേണ്ടി എന്ത് നൽകുന്നതിനും തെറ്റില്ല എന്നാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കരുതിയിരിക്കുന്നത്. ബേച്ചാര സാധാരണ ആദ്മി ധർമ്മക്കെ തത്വങ്കോ ക്യാ ജാനെ, ലക്കീർ പീഡത്തെ രഹ്നാഹി വഹ അപ്നാ ധർമ്മ സമജ്താ ഹെ. അപ്പോൾ ഈ പാവപ്പെട്ട സാധാരണ ആൾക്കാർ ഈ ധർമ്മത്തിൻ്റെ തത്വങ്ങൾ വല്ലതും അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ക്യാ ജാനെ, എങ്ങനെ അറിയാനാണ്? അവരെന്ത് ചെയ്യും? ലക്കീർ പീഡത്തെ രഹ്ന, എന്താണ്? ഡ്യൂട്ടിക്ക പാലൻ കന്ന, ഇങ്ങനെ പാരമ്പര്യത്തെ സംരക്ഷിക്കുക എന്നത് അവരുടെ ധർമ്മമായിട്ട് കരുതിയാണ് അവർ ജീവിക്കുന്നത്. उसकी इस व्यवस्था से चालाक लोग इस समय बहुत बेजा फायदा उड़ा रहे हैं. അവരുടെ ഈ ഒരു അവസ്ഥ, അതായത് പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുക എന്ന് ഉള്ള അവരുടെ മനസ്സിലുള്ള ആ ഒരു വിശ്വാസത്തെ ദുരുപയോഗം ചെയ്താണ് ഈ ചാലാക് ലോഗ്, സൂത്രശാലികളായ ആൾക്കാർ എന്ത് ചെയ്യുന്നത്? അവരെ കൊണ്ട് തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അവർ വലിയവരാകുകയും ചെയ്യുന്നത്. ബേജ എന്ന് വെച്ചാൽ എന്താണ്? ഗലത്ത് എന്നുള്ള അർത്ഥമാണ്. पाश्चात्य देशों में धनी लोगों की गरीब मजदूरों की चौंबड़ी का मजाक उड़ाती हुई अटालिकाएं आकाश से बातें करती है.
ഇപ്പോൾ അടാലികായ എന്ന് വെച്ചാൽ വലിയ വലിയ ബിൽഡിങ്സ്, മാളികകളെയാണ് പറയുന്നത്. ഇപ്പോൾ എന്താ ലേഖകൻ ഇനി പാശ്ചാത്യ ലോകത്തെ കാര്യം പറയുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ മാത്രമല്ല, പാശ്ചാത്യ ലോകങ്ങളിലൊക്കെ ആണെങ്കിൽ പാവപ്പെട്ട തൊഴിലാളികളുടെ ഒക്കെ എന്താണ് കുടിലുകളാണ്, ചോമ്പടി കുടിലുകളാണ്. അവ എന്ത് ചെയ്യുന്നു, ഈ വലിയ വലിയ മാളികകൾ, ധനികരുടെ വലിയ വലിയ മാളികകൾ എന്താണ് ആകാശമുട്ട നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ കുടിലുകളെ കളിയാക്കുന്നത് പോലെ തോന്നുന്നു. എന്ന് വെച്ചാൽ അത്ര വലിയ കെട്ടിടങ്ങളിലാണ് പാശ്ചാത്യ ലോകങ്ങളിൽ വലിയ ആൾക്കാർ താമസിക്കുന്നത്. गरीबों की कमाई ही से वे मोटे पड़ते हैं और उसी के बल से वे सदा इस बात का प्रयत्न करते हैं कि गरीब सदा चूसे जाते रहे. അപ്പോൾ ഈ പാവപ്പെട്ട ആൾക്കാർ ഉണ്ടാക്കുന്നതിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്, ധനികരാകുന്നത്. അവരുടെ ബലത്തിലാണ് ഇവർ എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നത്, വളർന്ന് വലുതാകുന്നത്. അതുപോലെ ഈ ധനികരെന്താ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പാവങ്ങളെ ചൂഷണം ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ധനികരായിട്ടുള്ള ആൾക്കാർ ശ്രമിക്കുന്നത്. യഹ് ഭയങ്കര അവസ്ഥ ഹേ, ഇസി കെ കാരൺ സാമ്യവാദ് ബോൾഷേവിസം ആദി കാ ജന്മ. ഇതെന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. ഈ സാധാരണക്കാർ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രമുള്ളവരാണ് എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, അത് വളരെ വലിയ ഭീകര അവസ്ഥയാണ്. അതിനെ തുരത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെതിരായിട്ടാണ് പാശ്ചാത്യ ലോകങ്ങളിലൊക്കെ എന്തുണ്ടായത്, സാമ്യവാദം. അതായത് കാറൽ മാർക്സിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇതായിരുന്നു ഏത്, കമ്മ്യൂണിസം. അപ്പോൾ അതുപോലെ ബോൾഷേവിസം, ലെനിൻ്റെ നേതൃത്വത്തിൽ ബോൾഷേവിസം ഒക്കെ ജന്മമെടുത്തത് എന്താണ്, ഈ പാവപ്പെട്ടവർക്കെതിരെ ഇങ്ങനെ ചൂഷണം നടക്കുന്നത് കണ്ടിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഇങ്ങനെയുള്ള സംഘങ്ങൾ സ്ഥാപിതമായത്. സാമ്യവാദ്, ബോൾഷേവിസം പോലുള്ള സംഘടനകൾ ഉണ്ടായത് ഇതുമൂലം ആണ്. പിന്നീട് हमारे देश में इस समय धनपतियों का इतना जोर नहीं है. यहाँ धर्म के नाम पर कुछ इने गिने आदमी अपने हीन स्वार्थ की सिद्धि के लिए करोड़ों आदमियों की शक्ति का दुरुपयोग किया करते हैं. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഈ പൈസക്കാരുടെ, ധനപതിയോ മീൻസ് എന്താണ്, ഒരുപാട് പൈസയുള്ളവർ, അവർ ഇതുപോലെ പാശ്ചാത്യ ലോകങ്ങളിലുള്ള അത്രത്തോളം ഇല്ല. അപ്പോൾ അത്രത്തോളം ആധിപത്യം ഇവിടെ ഇല്ല. എന്നാൽ ഇവിടെ നമ്മുടെ ഭാരതത്തിൽ എന്താണ്, മതത്തിൻ്റെ പേരിൽ കുറച്ച് ഇനേഗിനെ ഏതാനും ചില ആൾക്കാർ അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് ആൾക്കാരുടെ ശക്തികളെ എന്ത് ചെയ്യുന്നു, ദുരുപയോഗം ചെയ്യുന്നു. गरीबों का धनाट्यों द्वारा चूसा जाना इतना बुरा नहीं है जितना बुरा यह है कि वहाँ है धन की मार, यहाँ है ബുദ്ധി पर मार. അപ്പം ലേഖകൻ പറയുവാണ്, പാവപ്പെട്ടവരെ ഈ ധനാട്യന്മാർ ചൂഷണം ചെയ്യുന്നത് അത്ര ഇവിടെ നടക്കുന്നതിൻ്റെ അത്രത്തോളം എന്താണ് മോശമായ കാര്യമല്ല. ഇവിടെ എന്താണ് നടക്കുന്നത്, ബുദ്ധിപർമാർ. അവിടെ എന്താണ്, ധൻകിമാറാണെങ്കിൽ ഇവിടെ എന്താണ്, ബുദ്ധിപർമാർ. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ കാണുന്നത്. അവിടെ പണം ഉപയോഗിച്ചാണ്, ഇവിടെ ബുദ്ധി ഉപയോഗിച്ചാണ്. അപ്പോൾ ലേഖകന് അവിടത്തേനെക്കാട്ടി മോശം കാര്യം ഇവിടെ നടക്കുന്നതായിട്ടാണ് തോന്നുന്നത്. വഹാ ധൻ ദിഖാകർ കരോടോം കോ വശുമേം കിയാ ജാതാ ഹെ और फिर मन मना धन पैदा करने के लिए जोत दिया जाता है. എന്താ ചെയ്യുന്നത്, പാശ്ചാത്യ ദേശങ്ങളിൽ ആദ്യം പണം കാട്ടി, അതായത് പണക്കാർ ഇത്ര രൂപ തരാം എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരായ ആൾക്കാരെ എന്ത് ചെയ്യും, ജോലി ചെയ്യാനൊക്കെ വിളിക്കും. അങ്ങനെ കോടിക്കണക്കിന് ആൾക്കാരെ അവരവരുടെ വശത്താക്കിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും, മൻമാന തന്നിഷ്ടം പോലെ അവരെ ഉപയോഗിച്ച് ധൻ പൈദാ കർണേക്ക് ജോ ദിയാ ജാതാ ഹെ, പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. यहाँ है बुद्धि पर पर्दा डालकर पहले ईश्वर और आत्मा का स्थान अपने लिए लेना और फिर धर्म, ईमान, ईश्वर और आत्मा के नाम पर अपने स्वार्थ सिद्धि के लिए लोगों को ലഡാന ഫിഡാന. അപ്പോൾ ലേഖകൻ പറയണം, ഇവിടെയാണെങ്കിലോ സാധാരണക്കാരായ ആൾക്കാരുടെ ബുദ്ധിയിൽ
എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിറച്ചുകൊണ്ട് ഈശ്വരനും ആത്മാവുമൊക്കെ സ്വയം എന്താണ് ചമഞ്ഞുകൊണ്ട്, പിന്നെ മതത്തിൻ്റെയും ഈശ്വരൻ്റെയും വിശ്വാസത്തിൻ്റെയും ആത്മാവിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ലോകോങ്കോ ലഡാന ഫിഡാന പരസ്പരം എന്ത് ചെയ്യുക, തമ്മിലടിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. मूर्ख बेचारे धर्म की दुहाइयों देते और दीन दीन चिल्लाते हैं, अपने प्राणों की बाजियां खेलते और थोड़े से अनियंत्रित और धूर्त आत्मियों का आसन ऊंचा करते और उनका ബെൽ बढ़ाते हैं. പാവപ്പെട്ട വിഡ്ഢികളായിട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യും, അവര് ഈ മതത്തിൻ്റെ പേരിൽ കിടന്ന് നിലവിളിക്കും. എന്ന് വെച്ചാൽ എന്താ, അവർ മതത്തിൻ്റെ അല്ലെങ്കിൽ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിനുവേണ്ടി തൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല എന്നുള്ള രീതിയിൽ ഈ അനിയന്ത്രിതോർ ധൂർത്ത് ആത്മീയം എന്ന് വെച്ചാൽ ധൂർത്ത് ആത്മീയം എന്ന് പറഞ്ഞാൽ എന്താ, ധനികരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ ആസൻ ഉഞ്ചാകരണമെന്ന് വെച്ചാൽ അവരെ സ്ഥാനം ഉയർത്താൻ വേണ്ടിയിട്ട്, അവർക്ക് ബലം നൽകാൻ വേണ്ടിയിട്ട് ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യും, സ്വയം ത്യാഗങ്ങൾ ചെയ്യും. धर्म और ईमान के नाम पर किए जाने वाले इस भीषण व्यापार को रोकने के लिए साहस और दृढ़ता के साथ उद्योग होना चाहिए. അപ്പോൾ ധർമ്മത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ നടക്കുന്ന ഇത്തരം അത്യാചാരങ്ങളെ തടയുന്നതിന് വേണ്ടി സാഹസികം, അതായത് കറേജും ദൃഢതയും എല്ലാം വേണം. അല്ലെങ്കിൽ ജബ് തക് ഐസാ നഹി ഹോഗ, ഇപ്പോൾ ഇങ്ങനെ എന്താണ് ധൈര്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു, ഇതിനെ തടയാതിരിക്കുന്നു, തബ് തക് അപ്പോൾ വരെ ഭാരത് വർഷമേ നിത്യപ്രതി ബഡ്തേ ജാനെ വാലെ ഝഗഡെ ഖം ന ഹോങ്കെ, ഈ ഭാരതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സ്പർദ്ധകളും ലഹളകളും ഒന്നും ഒരിക്കലും നിത്യപ്രതി ബഡ്തേ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹളകളൊന്നും ഒരിക്കലും കുറയുകയില്ല. അപ്പോൾ അതിനെന്ത് വേണം, ധൈര്യത്തോടുകൂടി ഇവയെ നേരിടാനായിട്ട് ശ്രമിക്കണം. धर्म की उपासना के मार्ग में कोई रुकावट न हो, जिसका मन जिस प्रकार चाहे उस प्रकार धर्म की भावना को अपने मन में जगावे. അപ്പോൾ ലേഖകൻ പറയാണ്, ധർമ്മത്തെ ഉപാസിക്കുന്നതിൽ അതിൻ്റെ വഴികളിൽ ഒരു തടസ്സവും ഇല്ല. എന്താണ്, ജിസ്കാ മൻ ജിസ് പ്രകാർ ചാഹ, ആരുടെ മനസ്സ് എന്താഗ്രഹിക്കുന്നോ അതുപോലെയാണ് എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അവരവരുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരവർ പറയുന്ന അവരവർ വിശ്വസിക്കുന്ന മതം തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, പിന്തുടരേണ്ടത്. ധർമ്മ और ईमान मन का सौदा हो, ईश्वर और आत्मा के बीच का संबंध हो, आत्मा को शुद्ध करने और ऊंचा उड़ाने का साधन हो. ഈ മതവും വിശ്വാസവും ഒക്കെ പറയുന്നതുണ്ടല്ലോ, അത് മനസ്സിൻ്റെ ഒരു വ്യാപാരമാണ്. ഈശ്വരനും ആത്മാവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ മതവും വിശ്വാസവും ഒക്കെ. അതുപോലെ ആത്മാവിനെ ശുദ്ധമാക്കുന്നതും ആ ആത്മാവിനെ ഉന്നതിയിലേക്ക് എത്തുന്നതിനുമുള്ള ഒരു മാർഗം കൂടിയാണ് ധർമ്മവും വിശ്വാസവും എന്ന് പറയുന്നു. वह किसी दिशा में किसी दूसरे व्यक्ति की स्वाधीनता को छीनने या कुचलने का साधन न बने. അപ്പോൾ ഒരു തരത്തിലും ഒരവസ്ഥയിൽ പോലും അത് മറ്റൊരാളുടെ സ്വാധീനം കൊണ്ട് തള്ളിക്കെടുത്താൻ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താൻ ഉള്ള ഒരു കാര്യം അതായത് ലേഖകൻ പറയുന്നത് മറ്റൊരാൾ പറയുന്നതിനനുസരിച്ചല്ല മതവും വിശ്വാസവും ഒക്കെ വേണ്ടത്. അവനവൻ എന്താഗ്രഹിക്കുന്നോ അതിലൂടെയാണ് പോകേണ്ടത്. ആപ്കാ മൻ ചാഹെ ഉസ് തരഹ് കാ ധർമ്മ ആപ് മാനെ ഓർ ദൂസരോं का मन चाहे उस प्रकार का धर्म वह माने. അതാണ് പറയുന്നത്, താങ്കളുടെ മനസ്സ് എന്താഗ്രഹിക്കുന്നു ആ തരത്തിലുള്ള ധർമ്മത്തെ താങ്കൾ മാനിക്കണം. അതുപോലെ മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം അതുപോലെയുള്ള ധർമ്മമാണ് എന്ത് ചെയ്യേണ്ടത്, അവർ മാനിക്കേണ്ടത്. दो भिन्न धर्मों के मानने वाले के टकरा जाने के लिए कोई भी स्थान न हो. രണ്ട് വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ തമ്മിൽ
ടകരാജാനെ എന്താണ് വഴക്കടിപ്പിക്കാൻ ശ്രമിക്കുന്ന അതൊരിക്കലും എന്ത് ചെയ്യരുത്, അതിനവസരം കൊടുക്കരുത്. അങ്ങനെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു സ്ഥാനം കൊടുക്കരുത്. യദി കിസി ധർമ്മ के मानने वाले कहीं जबरदस्ती टांग अड़ाते हो तो उनका इस प्रकार का कार्य ദേശ് കി സ്വാധീനതയ്ക്ക് വിരുദ്ധ സമജാ ജായേ. ഈ ആരെങ്കിലും ഈ അവരവർക്ക് സ്വന്തമായി മതത്തിൽ വിശ്വസിക്കുമ്പോൾ അതിന് എതിരായിട്ട് ബലപ്രയോഗത്തിലൂടെ, ജബർദസ്തി എന്ന് വെച്ചാൽ എന്താ, ബലപ്രയോഗത്തിലൂടെ ഇതിനെ തടയുകയാണെങ്കിൽ ഉൻക ഇസ് പ്രകാർക്ക് അവർ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ്, രാജ്യം നേടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ്. देश की स्वाधीनता के लिए जो उद्योग किया जा रहा था उसका वह दिन निस्संदेह अत्यंत बुरा था. जिस दिन स्वाधीनता के क्षेत्र में खिलाफत, मुल्ला, मौलवियों और धर्माचार्यों को स्थान दिया जाना आवश्यक समझा गया. അപ്പോൾ ലേഖൻ ഇവിടെ പറയുവാണ്, എന്താ, നമുക്ക് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ ഒരു ഈ എന്താണ് ഖിലാഫത്ത് എന്ന് വെച്ചാൽ എന്താ, പൈഗംബറിയ ബാദുഷാക്കെ പ്രതിനിധി ഹോന, പ്രവാചകന്മാരുടെയൊക്കെ പ്രതിനിധിയാണെന്ന് വിശ്വസിക്കുന്നവർ, മുല്ല, മൗലവിയോ, അതായത് ഈ മതമേലധ്യക്ഷന്മാർ, ധർമാചാര്യന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഭാരതത്തിൽ വേറൊരു സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ പോരാട്ടത്തിനിടയിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്ക് ഇവർക്കൊരു പ്രത്യേക സ്ഥാനം സ്വാതന്ത്ര്യ പോരാട്ടത്തിനിടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഒരു മോശം ദിനമായിരിക്കും അത്. കാരണം എന്താ, ഈ ആൾക്കാർക്ക് ഇതിന് സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി പ്രയത്നിച്ചവരുടെ ഇടയിൽ ഒരു സ്ഥാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതൊരാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കുമ്പോൾ എന്താണ്, അതൊരു മോശം ദിവസമായിരിക്കും. ഏക് പ്രകാർ സെ ഉസ് ദിൻ ഹംനെ സ്വാധീനത കെ ക്ഷേത്ര മേ ഏക് കദം പീച്ചെ ഹട്ട്കർ രഖാ ഥാ. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ ഇങ്ങനെയുള്ളവരെ അംഗീകരിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഈ സ്വാധീനത എന്ന് പറഞ്ഞാൽ എന്താ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വയ്ക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ പിന്നോട്ട് പോകും. ഇവർക്കൊരു എന്താണ്, ഈ മതത്തിനും മത മേലധ്യക്ഷന്മാർക്കുമൊക്കെ അല്ലെങ്കിൽ മത ആചാര്യന്മാർക്കൊക്കെ ഒരു സ്ഥാനം കൊടുക്കുമ്പോൾ ഔസി പാപ് കാ ഫൽ ആജ് ഹമേ ഭോഗ്ന പഡ് രഹാ ഹെ, അങ്ങനെ അവർക്കൊരു പ്രാധാന്യം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കൊടുത്താൽ അതെന്താണ്, അത് നമ്മൾ ഇന്നും അതിൻ്റെ പാപം അനുഭവിക്കേണ്ടതായിട്ട് വരും, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. देश को स्वाधीनता के संग्राम ही ने मौलाना अब्दुल बारी और शंकराचार्य को देश के सामने दूसरे रूप में पेश किया, उन्हें अधिक शक्तिशाली बना दिया. और हमारे इस काम का फल यह हुआ कि इस समय हमारे हाथों ही से बढ़ाई इनकी और इनके से लोगों की शक्तियाँ हमारी जड़ उखाड़ने और देश में मजहबी पागलपन, प्रपंच और उत्पाद का राज्य സ്ഥാപിത് कर रही है. ഇവിടെ എന്താണ് പറയുന്നത്, ദേശ് കോ സ്വാധീനത കെ സംഗ്രാം ഹേ. അപ്പം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഈ മൗലാന അബ്ദുൽ ബാരിക്കും ശങ്കരാചാര്യനുമൊക്കെ ഉള്ള സ്ഥാനം എന്താണ്, മറ്റൊരു തരത്തിലാണ്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ അവർ കൂടുതൽ എന്താണ്, ശക്തിശാലിയാക്കി അവർക്ക് എന്തോ ശ്രേഷ്ഠമായൊരു സ്ഥാനം കൊടുത്തതോടുകൂടി അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്താണ്, ഈ സമയത്ത് നമ്മുടെ കൈകളിലൂടെ അവരെയും അവരുടെ എൻകേസേ ലോകം ഇതുപോലെയുള്ള ആൾക്കാരുടെയും ശക്തികൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ, അതായത് ഈ മത ആചാര്യന്മാരെയും അവരുടെ പിൻഗാമികളെയും ഒക്കെ ശ്രേഷ്ഠരാണെന്ന് മനസ്സിലാക്കി അവരെ കൂടുതൽ നമ്മൾ എന്താണ്
അവരുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിലൂടെ എന്താണ് നമ്മുടെ ജഡ് ഉഘാടിനെ നമ്മളെ വേരോടെ നശിപ്പിക്കുന്നതിനും, അല്ലെങ്കിൽ ദേശമേ മസ്ഹബി എന്ന് വെച്ചാൽ എന്താ, ധർമ്മ വിശേഷ് കെ സംബന്ധം, അതായത് രാജ്യത്ത് മതവുമായി ബന്ധപ്പെട്ട് പാകൽപ്പൻ, ഒരു ഭ്രാന്ത്, മതഭ്രാന്ത്, പ്രപഞ്ച ചതി, അതുപോലെ വിദ്രോഹങ്ങൾ, ഇതെല്ലാം രാജ്യത്ത് ഉണ്ടാകാൻ ഇടയാകുന്നു. ഇങ്ങനെയുള്ള മതത്തിലെ പ്രമുഖർക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുക്കുന്നതോടുകൂടി എന്താണ്, മതഭ്രാന്തും ചതികളും മറ്റുള്ളവയുമൊക്കെ ഈ രാജ്യത്ത് ഉണ്ടാവുകയും അഥവാ നമ്മളെ വേരോടെ നശിപ്പിക്കാനിടയാകുകയും ചെയ്യുന്നു. महात्मा गांधी धर्म को सर्व स्थान देते हैं. वे एक पग भी धर्म के बिना चलने के लिए तैयार नहीं. അപ്പം ലേഖകൻ പറയണ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ധർമ്മത്തിന് ഏറ്റവും മഹത്തായ ഒരു സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. അത് അദ്ദേഹം ഒരു മാത്ര പോലും, ഒരടി പോലും, എന്താണ്, ഒരു നിമിഷം പോലും ധർമ്മമില്ലാതെ ജീവിക്കുവാനായിട്ട് തയ്യാറല്ലായിരുന്നു. പരന്തു ഉൻകി ബാത് ले उड़ने के लिए पहले प्रत्येक आदमी का कर्तव्य यह है कि वह फली फांदी समझ ले कि महात्मा जी के धर्म का स्वरूप क्या है. അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ മതത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ്, ധർമ്മത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ്, ഓരോ വ്യക്തിയും യുടെയും കർത്തവ്യമാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്താണ്, അദ്ദേഹത്തിൻ്റെ വിചാരത്തിലെ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ധർമ്മ സേ महात्मा जी के मतलब धर्म ऊंचे और उदार तत्वों ही का हुआ करता है. അപ്പോൾ അദ്ദേഹത്തിന് മഹാത്മാജിയുടെ അടിസ്ഥാനത്തിൽ ധർമ്മമെന്ന് പറയുന്നത് എന്താണ്, അതിന് വലിയ സ്ഥാനമുണ്ട്, അത് ഉദാര തത്വങ്ങൾ നിറഞ്ഞതാണെന്നാണ്. ഉൻകെ മാനനെ മേം കിസെ എതിരാജ് ഹോ സക്താ ഹേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എന്താണ് ചിന്തകൾക്ക് മാന്നേമേ കിസേ എതിരാജ് ഹോ സക്താ ഹേ, എങ്ങനെ അസാ ദേനെ ശംഖ് ബജാനെ നാഗ് ദാബനെ और नमाज पढ़ने का नाम धर्म नहीं है. എന്താണ് അജാ ദേന, പൂജാ പാഠ് കർണ, मुसलमानी का पूजा पाठ, मुसलमानी लोगों का पूजा पाठ को अज़ा देना कहते हैं. ശംഖ് ബജാന, ശംഖ് വിളിക്കുക, നാഗ് ദബാനെ, പ്രാണായാമം ചെയ്യുക, അല്ലെങ്കിൽ നമാസ് പഠനെ, എന്താണ് നിസ്കരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, എന്ന് പറയുന്നത് അല്ല ഗാന്ധിജി പറയുന്ന ധർമ്മം എന്ന് പറയുന്നത്. ഒന്നുമല്ല ധർമ്മം. शुद्ध आचरण और सदाचार ही धर्म को स्पष्ट चिन्ह है, धर्म के स्पष्ट चिन्ह है. അപ്പോൾ ധർമ്മത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ചിഹ്നമെന്ന് പറയുന്നത് എന്താണ്, അടയാളം എന്ന് പറയുന്നത് നല്ല പെരുമാറ്റം, ശുദ്ധാചരൺ, അച്ഛ ആചരൺ और सदाचार, अच्छा आचार ही धर्म के स्पष्ट चिन्ह है. 2 घंटे तक बैठकर पूजा कीजिए और 5 वक्त नमाज भी अदा कीजिए, परंतु ईश्वर को इस प्रकार रिश्वत दे चुकने के पश्चात यदि आप अपने को दिन भर बेईमानी करने और दूसरों को तकलीफ पहुंचाने के लिए आसान समझते हैं तो इस धर्म को आगे आने वाला समय कदापि नहीं टिकेगा. അപ്പോൾ ഇവിടെ ലേഖകൻ പറയുകയാണ്, നിങ്ങൾ 2 മണിക്കൂർ ഇരുന്ന് പൂജ ചെയ്തിട്ടോ 5 നേരം നമാസ് നിസ്കരിച്ചിട്ടോ ഇങ്ങനെയൊക്കെ ഈശ്വരനെ പൂജിച്ചതിന് ശേഷം, रिश्वत के दे चुकने के पश्चात, അതിന് ശേഷം യദി ആപ്പ് അപ്പനേക്ക് ദിൻ ഫർ, ദിവസം മുഴുവൻ നിങ്ങൾ ഇരുന്ന് ബേമാനി കർണേ, എന്താണ് മോശം കാര്യങ്ങളൊക്കെ ചെയ്യുക, അതുപോലെ തന്നെ ദൂസരോങ്കോ തക്ലീഫ് പਹੁഞ്ചാനെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് സ്വാതന്ത്ര്യമാണ്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുക. ഇതൊക്കെ ഈ ധർമ്മക്കോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആകെ ആനേവാല സമയം, ഇനിയുള്ള കാലം എന്ത് ചെയ്യില്ല, ധർമ്മമെന്നൊരിക്കലും നഹീൻ ടിക്നെ ദേക, അങ്ങനെയുള്ള കാര്യത്തെ ധർമ്മമെന്നൊരിക്കലും ആരും എന്ത് ചെയ്യില്ല, അംഗീകരിക്കുകയില്ല. അബ് തോ ആപ്കാ പൂജാ പാഠ് നാ ദേഖാ ജായേഗാ, ആപ്കി ഫൽ മനസാഹത് കി കസൗട്ടി കേവൽ ആപ്കാ ആചരൺ ഹോഗി.
അപ്പോൾ ഇപ്പോഴെന്ന് പറയുന്നത് താങ്കൾ ഇങ്ങനെ പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് എന്നാ ദേഖാ ജായേഗ, ആരും എന്ത് ചെയ്യില്ല, കാണില്ല. എന്തുകൊണ്ടാണ്? ഇനിയുള്ള കാലത്ത് ആരും ഇതൊന്നും കാണുകയില്ല എന്ന് പറയുന്നത്. അബ്കി ഫൽ മൻസാഹത് കി കസൗട്ടി. ഫൽ മൻസാഹത്ത് എന്ന് വെച്ചാൽ എന്താ? സജ്ജനത, കൈൻഡ്നസ് की कसौटी എന്ന് വെച്ചാൽ എന്താ? ജാഞ്ച് അന്വേഷിക്കുക. കേവൽ ആപ്ക ആചരൺ ഹോഗി. അപ്പോൾ ആപ്കി സജ്ജനത की जांच കേവൽ ആപ്കി ആചരൺ ഹോഗി. താങ്കൾ എങ്ങനെയാണെന്ന് കാണുന്നത് എന്തിലൂടെയാണ്? താങ്കളുടെ നല്ല പെരുമാറ്റത്തിലൂടെ, ആചരൺ വ്യവഹാർ പെരുമാറ്റത്തിലൂടെയാണ്. അല്ലെങ്കിൽ ആരും എന്ത് ചെയ്യുകയില്ല, ഈ താങ്കളുടെ പൂജയും ഒന്നും കാണുകയില്ല. പെരുമാറ്റമാണ് എന്ത് ചെയ്യേണ്ടത്? നന്നാക്കേണ്ടത്. सबके കല്യാൺ കെ ദൃഷ്ടി സെ ആപ്കോ അപ്നെ ആചരൺ കോ സുധാർന പടേക. എല്ലാവർക്കുടെയും നന്മയ്ക്ക് വേണ്ടി താങ്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പെരുമാറ്റം നന്നാക്കുക. और यदि आप अपने आचरण को नहीं सुधारेंगे तो नमाज और रोज़े, पूजा और गायत्री आपको देश के अन्य लोगों की आज़ादी को रौंदने और देश भर में उत्पादों का कीचड़ उछालने के लिए ആസാദ് ന ചോട് സക്കേഗി. അപ്പോൾ നിങ്ങളിപ്പോൾ കരുതുന്ന ഒരു ഇതുണ്ടല്ലോ, സാധാരണക്കാരെ ദ്രോഹിക്കാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ നന്നാക്കിയില്ല എങ്കിൽ, ദിവസവും നിസ്കരിച്ചിട്ടോ ഫാസ്റ്റിംഗ് നടത്തിയിട്ടോ പൂജ ചെയ്തിട്ടോ ഗായത്രി മന്ത്രം ചൊല്ലിയിട്ടോ മറ്റു ആൾക്കാരുടെ ആസാദി രൗന്ദന, മറ്റുള്ള ആൾക്കാരുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്താമെന്നും രാജ്യം മുഴുവൻ ഉത്പാദവും വിദ്രോഹങ്ങൾ ഒക്കെ ഉണ്ടാക്കാമെന്നുമൊക്കെയുള്ള ആ ഒരു സ്വാതന്ത്ര്യം എന്ത് ചെയ്യും? ഒരിക്കലും ഇനി നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ സ്വഭാവം നന്നാക്കിയില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് എന്ത് ചെയ്യാൻ കഴിയില്ല? നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടത്താൻ കഴിയുകയില്ലെന്നാണ് ലേഖകൻ പറയുന്നത്. ऐसे धार्मिक दीनदार आदमियों से तो वे लामज़हब और नास्तिक आदमी कहीं अधिक अच्छे और ऊंचे हैं, जिनका आचरण अच्छा है, जो दूसरों के सुख दुख का ख्याल रखते हैं और जो मूर्खों को किसी स्वार्थ सिद्धि के लिए उकसाना बहुत बुरा समझते हैं. അപ്പോൾ ലേഖകൻ പറയുകയാണ്, ഇങ്ങനെ വെറുതെ പൂജയും ഗായത്രി മന്ത്രവും അല്ലെങ്കിൽ നിസ്കാരവും ഒക്കെ നടത്തി അവരാണ് വലിയ മതവിശ്വാസികളെന്ന് പറയുന്ന അങ്ങനെയുള്ള ആൾക്കാരെ കാട്ടിയും നല്ലവരെന്ന് പറയുന്നത് ആരാണ്? ലാ മസ്ഹബ്, അതായത് ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത, പ്രത്യേക മതങ്ങളിൽ വിശ്വസിക്കാത്ത നാസ്തികമായിട്ടുള്ള ആൾക്കാരെയാണ് ലേഖകൻ നല്ലതെന്ന്, അല്ലെങ്കിൽ നല്ല ഉയർന്ന സ്ഥാനം കൊടുക്കുന്നത്. കാരണം എന്താണ്? അവരുടെ പെരുമാറ്റം നല്ലതാണ്. അവർ മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളെ കുറിച്ച് ബോധവാന്മാരാണ്. അവരതിനെ ശ്രദ്ധിക്കുന്നു. സാധാരണക്കാരായ ആൾക്കാരെ അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപദ്രവിക്കാനായിട്ട്, അല്ലെങ്കിൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് മോശമാണെന്ന് കരുതുന്ന ആൾക്കാരാണ്. ईश्वर इन नास्तिकों और नामज़हब लोगों को अधिक प्यार करेगा और वह अपने पवित्र नाम पर अपवित्र काम करने वालों से यही कहना पसंद करेगा. അപ്പോൾ എന്താ പറയുന്നത്? ഈശ്വരൻ ഇങ്ങനെ നാസ്തികരായിട്ടുള്ള അല്ലെങ്കിൽ ആ മസൂബ് ലോകം അധിക് പ്യാർക്കരെ, ഒരുപാട് ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഈശ്വരൻ സ്നേഹിക്കുന്നത്. കാരണം അവർ പറയുന്ന എന്താണ്? അവരവരുടെ പവിത്രമായ പേരിലൂടെ അപവിത്രമായ ജോലി ചെയ്യുന്ന ഈ മത വിശ്വാസികളോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്? മുച്ചേ മാനോ യാ നാ മാനോ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. തുമാരെ മാനേ ഹി സെ മേരാ ഈശ്വരത്ത് കായം നഹി രഹേഗ. നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് കരുതി അല്ലെങ്കിൽ ഞങ്ങളുടെ ഈശ്വരത്വം എന്ത് ചെയ്യുകയില്ല, ഇല്ലാണ്ടായി പോവുകയില്ല. ദയാ കർക്കെ മനുഷ്യത്വക്കോ മാനോ, മറ്റുള്ളവരോട് ദയവ് കാണിച്ച് മനുഷ്യത്വത്തെ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയെ മാനിച്ചുകൊണ്ട് പശു ബെന്ന ചോടോ, അതുപോലെ തന്നെ മൃഗത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നത് ഉപേക്ഷിച്ചുകൊണ്ട് ആദ്മീ ബനോ, മനുഷ്യനാകൂ എന്നാണ് ഇത്തരക്കാർ, ഈ നാസ്തികരായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. അപ്പോൾ ലേഖകനും ആണ് കൂടുതൽ നല്ലവരെന്ന് പറയുന്നത്? ഇത്തരം ലാമസബ്, നാസ്തിക ലോകോങ്കോ, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നല്ലതെന്ന് പറയുന്നത്. ഇതിലൂടെ ലേഖകൻ
നമ്മുടെ സമൂഹത്തിൽ മതത്തിൻ്റെ പേരിൽ മറ സൃഷ്ടിച്ചുകൊണ്ട് നടക്കുന്ന അനീതിക്കെതിരെയാണ് തൻ്റെ ശബ്ദം ഉയർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി?